നമഃ പാർവതീശം ഭജേ ഹര ഹര മഹാദേവ ശ്രീജാനകി കാന്തസ്മരണൈ ജയ ജയ രാമ രാമ. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. സരസ്വതീ നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണീ വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖ വന്ദേ വാൽമീകി കോകിലം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു യതിസ്വരൂപം പ്രണോമി തുഞ്ചത്തെഴുമാര്യപാദം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃരമരാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പെങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ. വാണിയിടുവനാരദനുടനാവുതമ്മേൽ വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ നാണമെന്നിയേ മുതാ നാവിന്മേൽ നടനം ചെയ്യണാഞ്ചാനനെ യഥാകാനനെ ദിഗംബരൻ വാരിജോത്ഭവമുഖവാരിജവാസേ ബാലേ വാരിഹിതം നിൽക്കിരമാലകളെന്ന പോലെ ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ പാരാദശലക്ഷണം മേന്മേൽ മംഗലശീലേ. വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോര വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കേണം. വിഷ്ണുജോത്ഭവ സുതനന്ദനപുത്രൻ വ്യാസൻ വിഷ്ണുതാണ്ഡവൻ വന്നു പിറന്ന തപോധനൻ
വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന തപോധനൻ വിഷ്ണു തന്മായ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണ കർത്താവിനെ വണങ്ങുന്നേൻ. യുദ്ധകാണ്ഡം. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ രാമ നാരായണ രാമ നാരായണ രാമ നാരായണ ഹരേ രാമ സീതാഭിരാമ ത്രിദിശ പ്രഭോ രാമലോകാഭിരാമ പ്രണവാത്മക രാമ നാരായണാത്മാ രാമ ഭൂപതേ രാമകഥാമൃതപാനപൂർണാനന്ദ സാരാനുഭൂതിക്കു സാമ്യമില്ലേതുമേ ശാരിക പൈതലെ ചൊല്ലു ചൊല്ലിന്നിയും ചാരുരാമായണയുദ്ധം മനോഹരം യുദ്ധമാകർണ്യ കിളിമകൾ ചൊല്ലിനാൾ ചിത്തം തെളിഞ്ഞു കേട്ടിടുവനെങ്കിലോ ചന്ദ്രചൂടൻ പരമേശ്വരനീശ്വരൻ ചന്ദ്രിക മന്ദസ്മിതം പൂണ്ടരുളിനാൻ ചന്ദ്രാനനെ ചെവി തന്നു മുതാ രാമചന്ദ്രചരിതം പവിത്രം ശൃണപ്രിയേ ശ്രീരാമചന്ദ്രൻ ഭുവനൈക നായകൻ ബ്രഹ്മാത്മകൻ കരുണാകരൻ മാരുതി വന്നു പറഞ്ഞതു കേട്ടുള്ളിലാരൂഢമോദാൽ അരുൾ ചെയ്തിരാതരാൽ ദേവകളാലും അസാധ്യമായുള്ളൊന്നു കേവലം മാരുതി ചെയ്തതോർക്കും വിധവും നിശ്ചിത്തേ നിരൂപിക്ക പോലും അശക്യമാമബ്ദിശതയോജനായകശ്രമം ലംഘിച്ചു രാക്ഷസവീരരെയും കൊന്നു ലങ്കയും ചുട്ടുപൊട്ടിച്ചൊരു വിസ്മയം. ഇങ്ങനെയുള്ള ഭൃത്യന്മാരൊരുത്തനുമെങ്ങും ഒരു നാളുമില്ലെന്നു നിർണയം. എന്നെയും ഭാനുവംശത്തെയും ലക്ഷ്മണൻ തന്നെയും മിത്രാത്മജനെയും കേവലം മൈഥിലിയെ കണ്ടുവന്നതു കാരണം ഭാഗാത്മജൻ പരിപാലിച്ചതോ ദൃഢം. അങ്ങനെയായതെല്ലാം ഇനിയും ഉടനെങ്ങനെ വിവാരിഹിയെ കടന്നിടുന്നു. മകരചക്രാതി പരിപൂർണമുഗ്രമായുള്ള സമുദ്രം കടന്നുപോയി രാവണനെ പടയോട് മുടുക്കി ഞാൻ ദേവിയെ എന്നു കാണുന്നിതോ ദൈവമേ. രാമവാക്യം കേട്ടു സുഗ്രീവനും പുനരാമയം തീരുമാറാച്ചു ചൊല്ലിടിനാൻ. ലംഘനം ചെയ്തു സമുദ്രയും ബദലങ്കയും ഭസ്മീകരിച്ച വിളംബിതം രാവണൻ തന്നെ സുകുലം കൊല ചെയ്ത് ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ. ചിന്തയുണ്ടാകരുതേതുമേ മാനസേ ചിന്തയാകുന്നത് കാര്യവിനാശിനി. ആരാലും ഓർത്താൽ ജയിച്ചുകൂടാതൊരു ശൂരരിക്കാണായ വാനര സഞ്ജയം മന്നയിൽ ചാടേണമെന്ന് ചൊല്ലിയിടിലും പിന്നെയാമെന്നു ചൊല്ലുന്നവർ വാരുതിയെ കടപ്പാനുപായം പാർക്കമേരമിനിക്കളയാതെ രഘുപതേ. ലങ്കയിൽ ചെന്നു നാം പൊക്കി തന്നാകിലോ ലങ്കേശനും മരിച്ചാനെന്നു നിർണയം. ലോകത്തെ തിങ്കലാരെതിർക്കുന്നിതു രാഘവ നിന്തിരു മുമ്പിൽ മഹാരണേ. ഹസ്തേണ ശോഷണം ചെയ്ക ജലധിയെ സത്വരം ചെയ്ത് ബന്ധിക്കലുമാം ദൃഢം. നല്ല വല്ല കണക്കിലുമുണ്ടാം ജയം തവ നല്ല നിമിത്തങ്ങൾ കാന്ത രഘുപതേ. ഭക്തിശക്തിയാന്വിതപുത്രപുത്രോക്തി യുദ്ധമാകർണ്യകാകുൽസ്ഥനം തക്ഷണേ മുമ്പിലാം മാറുകൃതി നിൽക്കും വായുസംഭവനോട് ചോദിച്ചരുളിയിടിനാൻ. ലങ്കാപുരത്തിങ്കലുള്ള വൃത്താന്തങ്ങൾ ശങ്കാവിഹീനൻ എന്നോടറിയിക്കനി. കോട്ടമതിൽ കിടങ്ങ് എന്നിവയൊക്കവേ കാട്ടിത്തരിക വേണം വജസാ ഭവാൻ എന്നതു കേട്ടു തൊഴുതുവാതാത്മജ നന്നായി തെളിഞ്ഞ് ഉണർത്തിച്ചരുളിടിനാൻ. മധ്യേ സമുദ്രം ത്രികുടാചലം
വളർന്നത്യുന്നമതിൻ മൂർധനീ ലങ്കാപുരം. പ്രാണഭയമില്ലായാതെ ജനങ്ങൾക്കു കാണാം കനകവിമാന സമാനമായി. വിസ്താരമുണ്ടങ്ങെഴുന്നൂറ് യോജന പുത്തൻ കനകമതിൽ അതിൻ ചുറ്റുമേ. ഗോപുരം 4 ദിക്കെങ്കിൽ ഉണ്ടതിശോഭിതമായി 17 നിലകളും. അങ്ങനെ തന്നെ അതിനുള്ളിലായി പൊങ്ങും മതിലുകൾ 7 ഉണ്ടൊരു പോലെ. 7നും 4 ഗോപുര പങ്ക്തിയും ചൂഴവും. ആ 28 ഗോപുരം എല്ലാറ്റിനും കിടങ്ങ ഉണ്ടത് അത്യാഘാതമായി ചൊല്ലുവാൻ വേലയന്ത്രപ്പാല പങ്ക്തിയും. അണ്ടർകോൻ ദിക്കിലെ ഗോപുരം കാപ്പതിനുണ്ട് നിശാചരന്മാർ 10,000. ദക്ഷിണഗോപുരം രക്ഷിച്ചു നിൽക്കുന്ന രക്ഷോവരരുണ്ട് 100,000 സദാ ശക്തരായി. പശ്ചിമ ഗോപുരം കാക്കുന്ന നക്തഞ്ചരുണ്ട് 10,100,000. ഉത്തര ഗോപുരം കാത്തു നിൽപ്പാൻ അതിശക്തരായുണ്ടൊരു കോഴി നിശാചരർ. ദിക്കുകൾ 4ലുമുള്ളതിൽ അർദ്ധമുണ്ടുഗ്രതയോട് നടുവു കാത്തിടുവാൻ. അന്തഃപുരം കാപ്പതിനുമുണ്ടുമത്ര പേർ. മന്ത്രശാലയ്ക്കുണ്ടതിലിരട്ടി ജനം. ഹാടക നിർമ്മിത ഭോജനശാലയും നാടകശാല പല നടപ്പന്തൽ പിന്നെയും. മജ്ജനശാലയും മദ്യപാനത്തിനു നിർജ്ജനമായുള്ള നിർമ്മലശാലയും. ലങ്കാവിരചിതാലങ്കാരമോ ഭേദമാതങ്കാപഹം പറയവാവതല്ല നന്ദനും. തൽപുരം തന്നിൽ നീളത്തിരഞ്ഞേനഹം മൽപിതാവെന്ന് യോഗേന ചെന്നാൻ ബലാൽ. പുഷ്പിതോദ്യാനദേശേ മനോമോഹനെ പത്മജാദേവിയെയും കണ്ടു കൂപ്പിനേൻ. അങ്കുലീയം കൊടുത്താശു ചൂടാരത്നമിങ്ങു വാങ്ങിക്കൊണ്ടടയാളവാക്യവും കേട്ടു വിടവഴങ്ങിച്ചു പുറപ്പെട്ടു. കാട്ടിയേൻ പിന്നെ കുറഞ്ഞോരോരോ വിവേകം. ആരാമമെല്ലാം തകർത്തു കാക്കുന്ന വീരരെയൊക്കെ ക്ഷണേന കൊന്നിടിനാൻ. രക്ഷോപരാത്മജനാകിയ ബാലകനഷ്ടകുമാരനെയും കൊന്നു ഞാൻ എന്നു വേണ്ട ചുരുക്കി പറഞ്ഞാൽ മന്നവ. ലങ്കാപുരത്തിങ്കലുള്ളതിൻ 4 സൈന്യമൊടുക്കി വേഗേന പോയി കാലേ ദശമുഖനെ കണ്ടു ചൊല്ലിനേൻ. നല്ലതെല്ലാം പിന്നെ രാവണൻ കോപേന ചൊല്ലിനാൻ തന്നെ ഭൃത്യരോടിപ്പോഴേ. കൊല്ലുക വൈകാതിവനെ എന്നേരം കൊല്ലുവാൻ വന്നവരോടു വിഭീഷണൻ ചൊല്ലിനാൻ അഗ്രജൻ തന്നോടു. ആദരാൽ കൊല്ലുമാറില്ല ദൂതന്മാരെ ആരുമേ ചൊല്ലുള്ള രാജധർമ്മങ്ങളറിഞ്ഞവർ. കൊല്ലാതെ അയക്കടയാളപ്പെടുത്തത് നല്ലതാകുന്നതപ്പോൾ ദശാനനൻ ചൊല്ലിനാൻ വാലധിക്കഗ്നി കൊളുത്തുവാൻ. സസ്നേഹവാസസാപുച്ഛം പൊതിഞ്ഞവരഗ്നി കൊളുത്തിനാരപ്പോൾ അടിയനും ചുട്ടുപൊട്ടിച്ചനേൻ 200 യോജന വട്ടമായുള്ള ലങ്കാപുരം സത്വരം. മന്നവ ലങ്കയിലുള്ള പടയിൽ 4 ഒടുക്കിനേൻ തൊൽപ്രസാദത്തിനാൽ ഒന്നുകൊണ്ടും. ഇനിക്കാല വിളംബനം നന്നല്ല പോക പുറപ്പെടുകാശു നാം. യുദ്ധസന്നദ്ധരായ ബദ്ധരോഷം മഹാപ്രസ്ഥാനമാശു. കുരുവിക്രമം സംഖ്യയില്ലാതോളമുള്ളു മഹാകവി സംഖ്യേന ലങ്കാപുരിക്കു ശങ്കാപഹം ലംഘനം ചെയ്തു നക്തഞ്ചല നായകൻ. കിങ്കരന്മാരെ ക്ഷണേന പിതൃപതിങ്കിങ്കരന്മാർക്കു കൊടുത്തു. ദശാനനഹുംകൃതിയും ദീപ്തനകം ശങ്കരാന്തേബലാൽ. പങ്കജനേത്രയെ കൊണ്ടുപോരാം വിഭോ പങ്കജനേത്ര പരം പുരുഷപ്രഭോ. യുദ്ധയാത്ര. അഞ്ജനാനന്ദനൻ വാക്കുകൾ കേട്ടഥ സഞ്ജാത കൗതുകം സംഭാവ്യസാദരം. അഞ്ജസാ സുഗ്രീവനോടരുൾ ചെയ്തതോ കഞ്ചവിലോ ജനനാകിയ രാഘവൻ.
ഇപ്പോൾ വിജയമുഹൂർത്തം കാലം പടയ്ക്കുൽപ്പന്നമോദം പുറപ്പെടുകേവലും നക്ഷത്രമുത്രമം ഉത്രമതും വിജയപ്രദം രക്ഷോജനാർക്ഷമാം മൂലം ഹതിപ്രദം. ദക്ഷിണനേത്രസ്ഫുരണവുമുണ്ടുമേ ലക്ഷണമെല്ലാം നമുക്ക് ജയപ്രദം. സൈന്യമെല്ലാം പരിപാലിച്ചു കൊള്ളണം സൈന്യാധിപനായ നീലൻ മഹാബലൻ. മുമ്പും നടുഭാഗവും ഇരുഭാഗവും പിൻപടയും പരിപാലിച്ചു കൊള്ളുവാൻ വമ്പരാംബാനരന്മാരെ നിയോഗിക്കരംഭം. പ്രമാധി പ്രമുഖരന്മാരായുള്ളവർ മുമ്പിൽ ഞാൻ മാരുതി കണ്ഠവുമേറി മൽപ്പിമ്പേ സുമിത്രാത്മജൻ. അങ്കോദോപരി സുഗ്രീവനെ എന്നെ പിരിയാതരികവേ നിർഗമിച്ചിടുക മറ്റുള്ള വീരരും. നീലൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ ബലി ഗൂലി സമാനനാം മൈന്ദൻ വിവിധനും പങ്കജസംഭവ സൂനു സുഷേണനം തുങ്കന്നളനം ശതപരിതാരനും ചൊല്ലുള്ള വാനരനായകന്മാരോട് ചൊല്ലുവാനാവതല്ലാതൊരു സൈന്യവും കൂടി പുറപ്പെടുകേതുമേ വൈകരുതാടൽ ഉണ്ടാകരുതാർക്കും വഴിക്കിടോ. യുദ്ധമരുൾ ചെയ്തു മർക്കട സൈനിക മധ്യേ സഹോദരരോടും രഘുപതി. നക്ഷത്രമണ്ഡല മധ്യേ വിളങ്ങുന്ന നക്ഷത്രനാഥനും ഭാസ്കരദേവനും ആകാശമാർഗെ വിളങ്ങുന്നത് പോലെ ലോകനാഥന്മാർ തെളിഞ്ഞു വിളങ്ങിനാർ. ആർത്തു വിളിച്ചു കുളിച്ചു കളിച്ചു കുളച്ചു ലോകാർത്തി തീർത്തിയിടുവാൻ മർക്കട സഞ്ജയം ജാത്രീഞ്ജരേശ്വര രാജ്യം പ്രതി പരമാസ്തയാ വേഗാൽ നടന്നു തുടങ്ങിനാർ. രാത്രിയിലൊക്കെ നിറഞ്ഞു പരന്നൊരു വാർദ്ധി നടന്നങ്ങടുക്കുന്നത് പോലെ ചാടിയും ഓടിയും ഓരോ വനങ്ങളിൽ തേടിയും പക്വഫലങ്ങൾ ഭുജിക്കയും ശൈലവനതീജാലങ്ങൾ പിന്നിട്ട് ശരീരികളായ കവികുലം ദക്ഷിണ സിന്ധു ഉത്തരതീരവും ബുക്ക് മഹേന്ദ്രചാലാന്തികെ മേവിനാർ. മാരുതി തന്നുടെ കണ്ഠദേശേ നിന്നു പാലിലിറങ്ങി രഘുകുലനാഥനും താരേയ കണ്ഠമയം അമർന്ന സൗമിത്രിയ പാലിലൊഴിഞ്ഞു വിണങ്ങിനാരഗ്രജം. ശ്രീരാമലക്ഷ്മണന്മാരും കപീന്ദ്രരും വാരിധി തീരം പ്രവേശിച്ചനന്തരം സൂര്യനും വാരിധി തന്നുടെ വച്ചിമതീരം പ്രവേശിച്ചതപ്പോൾ നൃപാധിപൻ സൂര്യാത്മജനോടരുൾ ചെയ്താശു നാം ഭാര്യയും ഒത്തും സന്ധ്യാവന്ദനം ചെയ്തു പാരാനിധിയെ കടപ്പാനുപായവും ധീരരായുള്ളവരൊന്നിച്ചു മന്ത്രിച്ചു പാരാതെ കൽപ്പിക്ക വേണമിനിയുടൻ വാനര സൈന്യത്തെ രക്ഷിച്ചു കൊള്ളണം സേനാധിപന്മാർ കൃഷാനുപുത്രാദികൾ. രാത്രിയിൽ മായാവിശാരദന്മാരായ രാത്രിജന്മാരും ഉപദ്രവിച്ചിടുവോർ ഏവം അരുൾ ചെയ്തു സന്ധ്യയും വന്ദിച്ചു മേവിനാർ പർവതാഗ്രേ രഘുനാഥനം. വാനരവൃന്ദം മകരാലയം കണ്ടു മാനസേ ഭീതി കലർന്നു വരുവിനാർ. നക്രചക്രൗഖ ഭയങ്കരം യത്രിമുഗ്രം വരുണാലയം ഭീമ നിസ്വനം അത്യുന്നത തരംഗാഢ്യമഗാധം. ഇതുത്തരണം ചെയ്ത അവതിന്നരുതാകാർക്കുമേ. ഇങ്ങനെയുള്ള സമുദ്രം കടന്നു ചെന്നെങ്ങനെ രാവണൻ തന്നെ വധിക്കുന്നു. ചിന്താപരവശരന്മാരായി കവികളും അന്ധബുദ്ധ്യാരാമപാർശ്വമരുവിനാൻ. ചന്ദ്രനും അപ്പോൾ ഉദിച്ചു പൊങ്ങിയാടിനാൻ. ചന്ദ്രമുഖിയെ നിരൂപിച്ചു രാമനും ദുഃഖം കലർന്നു വിലാപം തുടങ്ങിനാനൊക്കെ ലോകത്തെ അനുകരിച്ചിടുവാൻ. ദുഃഖഹർഷഭയ ക്രോധലോഭാദികൾ സൗഖ്യ മതമോഹകാമജന്മാദികൾ പഞ്ചജ്ഞാനലിംഗത്തിനുള്ളവയെങ്ങനെ സുജ്ഞാനരൂപനായുള്ള ചിദാത്മനെ സംഭവിക്കുന്നു വിചാരിച്ചു കാണിക്കലോ. സംഭവിക്കുന്നതു ദേഹാഭിമാനിനാം കിം പരമാത്മനി
സൗഖ്യ ദുഃഖാദികൾ സംപ്രസാദത്തിങ്കലല്ല, രണ്ടേതുമേ സമ്പ്രതി നിത്യമാനന്ദപാത്രം പരം ദുഃഖാദി സർവവും ബുദ്ധിസംഭൂതങ്ങൾ. മുഖ്യനാം രാമൻ പരമാത്മാ പരമ്പുമാൻ, മായാഗുണങ്ങളിൽ സംഗതനാകയാൽ മായാവിമോഹിതന്മാർക്കു തോന്നും വൃഥാ. ദുഃഖിയെന്നും സുഖിയെന്നും എന്നും എല്ലാം അതും ഒക്കെ ഓർത്താല ബുധന്മാരുടെ മതം. അക്കഥ നിൽക്കഥ ശരഥപുത്രരുമൽക്കാൽപജാതികളായ കവികളും വാരാനിധിക്കു വടക്കേക്കര വന്നു വാരിധി പോലെ പരന്നോരനന്തരം ശങ്കാവിഹീനം ജയിച്ചു ജഗത്രയം ലങ്കയിൽ വാഴുന്ന ലങ്കേശ്വരൻ തഥാ മന്ത്രികൾ തമ്മേ വരുത്തി വിരവോട് മന്ത്ര നികേതനം പുക്കിരുന്നേടിനാൻ. ആതിഥേയ സുരേന്ദ്രാദികൾക്ക് അരുൾക്കാമരുവതാതൊരു കർമ്മങ്ങൾ മാരുതി ചെയ്തും ചിന്തിച്ചു നാണിച്ചു രാഘവൻ. മന്ത്രികളോട് കൽപ്പിച്ചാൻ അവസ്ഥകൾ മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ ആരും അറിയാതെ ഇരിക്കുകയില്ലല്ലോ. ആർക്കും കടക്കരുതാതൊരു ലങ്കയിലൂക്കോടെ വനകം പുക്കൊരു വാനരൻ ജാനകി തന്നെയും കണ്ടു പറഞ്ഞൊരു ദീനത കൂടാതെ അഴിച്ചാനുപവനം. നത്തഞ്ചരന്മാരെയും വധിച്ചെന്നുടെ പുത്രനാം അക്ഷകുമാരനെയും കൊന്നു ലങ്കയും ചുട്ടുപൊട്ടിച്ച് സമുദ്രവും ലംഘനം ചെയ്തൊരു സങ്കടമെന്നിയെ സ്വസ്ഥനായി പോയതോർത്തോളം നമുക്കുള്ളിൽ എത്രയും നാണമില്ലൊരു സംശയം. ഇപ്പോൾ കപികുലസേനയും രാമനും അബ്ദിതൻ ഉത്തര തീരെ മരുകുന്നോർ കർത്തവ്യമെന്തു നമ്മാൽ ഇനി എന്നതും ചിത്തെ നിരൂപിച്ചു കൽപ്പിക്ക നിങ്ങളും മന്ത്ര. വിശാരദന്മാർ നിങ്ങളെങ്ങളുടെ മന്ത്രികൾ ചൊന്നത് കേട്ടത് മൂലമായി വന്നീലരാപത്തിനെയും നമഹിതം നന്നായി വിചാരിച്ചു കൊല്ലുവൻ. വൈകാതെ എന്നുടെ കണ്ണുകളാകുന്നതും നിങ്ങൾ എന്നിലേ സ്നേഹവും നിങ്ങൾക്കചഞ്ചലം ഉത്തമം മധ്യമം പിന്നെ അധമവും മിത്രം നിദ്ധം ത്രിവിധമായുള്ള വിചാരം. സാധ്യമിതമജം ദുസ്സാധ്യമാമിതം, സാധ്യമല്ലെന്നുള്ള മൂന്ന് പക്ഷങ്ങളും കേട്ടാൽ പലർക്കും ഒരുപോലെ മാനസേ വാട്ടമൊഴിഞ്ഞു തോന്നിയിടുന്നതും മുതാ. തമ്മിൽ അന്യോന്യം പറയുന്ന നേരത്ത് സമ്മതം മാമതം നന്നീദൃശം എന്നുറച്ചൊന്നിച്ചു കൽപ്പിച്ചതുത്തമം. പിന്നെ രണ്ടാമത് മധ്യമം ചൊല്ലുവൻ ഓരോ തരം പറഞ്ഞ് ഊനങ്ങൾ ഉള്ളതോ തീരുവാനായി പ്രതിപാദിച്ചനന്തരം നല്ലതിനെന്നെ എന്നൈകമത്യമായേവൻ ഉള്ളിലുറപ്പിച്ചു കൽപ്പിച്ചു പിരിവിതു മധ്യമായുള്ള മന്ത്രി തന്നെ മതമെന്നിയേ. മന്ത്രി മതെന്നിയെ ചിത്താഭിമാനേന താൻ തന്നെ പറഞ്ഞതു സാധിപ്പതിനോ ദുസ്തർക്കം പറഞ്ഞതു ബാധിച്ചു മറ്റേവനും പറഞ്ഞിഷ്യാം. കാലുഷ്യചേതസ കൽപ്പിച്ചു കൂടാതെ കാലവും ദീർഘമായിട്ടു പരസ്പരം നന്ദിയും കൊണ്ടുപിരിയുന്ന മന്ത്രമോ നിന്യമായുള്ള അധർമ്മമത്രയും. എന്നാൽ ഇവിടെ മുഖ്യം നല്ലതെന്നൊന്നിച്ചു നിങ്ങൾ വിചാരിച്ചു ചൊല്ലുവിൻ. ഇങ്ങനെ രാവണൻ ചൊന്നത് കേട്ടള വങ്കിതന്യന്മാർ നിശാചരൻ ചൊല്ലിനാൻ നന്നെത്രയുമുള്ളോർത്തോളം ഉള്ളിൽ ഇരുന്നൊരു കാര്യ വിചാരമുണ്ടായതും ലോകങ്ങളെല്ലാം ജയിച്ച ഭവാനിനെന്നാകുലമെന്ത് ഭവിച്ചത് മാനസേ. മർത്യനാരാമങ്കൽ നിന്നു ഭയം തവചിത്തേ ഭവിച്ചതും എത്രയും അത്ഭുതം. വൃത്താരിയെ പുരാതുദ്ധേജയിച്ചുടൻ ബദ്ധ്വാ വിനിക്ഷിപ്യ പത്തനെ സത്വരം വിശ്രിതമായൊരു കീർത്തി വളർത്തതും പുത്രനാമേഘനിദാതനോർക്കനീ. വിത്തേശനെ പുനരായുധമധ്യേ ഭവാൻ ജിത്വാ ജയശ്രമം പോരന്തശാന്തരെ. പുഷ്പകമായ വിമാനം ഗ്രഹിച്ചതിമത്ഭുതമെത്രയും ഓർത്ത കണ്ടോളവും കാലനെ പോരിൽ ജയിച്ച ഭവാനുണ്ടോ ജാലദണ്ഡത്തിനാൽ ഒരു ഭയം ഉണ്ടാകൂ. ഹുങ്കാരമാത്രേണ തന്നെ വരുണനെ സങ്കരത്തിങ്കൽ ജയിച്ചിരയോ ഭവാൻ. മറ്റുള്ള ദേവകളെ പറയണമോ പറ്റലാരു മറ്റുള്ളത് ചൊല്ലു നീ.
പിന്നെ മയനാം മഹാസുരൻ പേടിച്ചു കന്യകാരത്നത്തെ നൽകിയിലയോ തവ ദാനവന്മാർ കരം തന്നു പൊറുക്കുന്നു മാനവന്മാരെ കൊണ്ടെന്തു ചൊല്ലേണമോ കൈലാസശൈലമിളക്കേ എടുത്തു ഉടനാലോ മാനമാടിയ കാരണം കാലാരി ചന്ദ്രഹാസെ നൽകിയിലയോ മൂലമുണ്ടോ വിഷാദിപ്പാൻ മനസ്സിതേ ത്രൈലോക്യ നിവാസികളെല്ലാം ഭവൽബലമാലോക്യ ഭീതി കലർന്നു മരുകുന്നു മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ വീരരായുള്ള നമുക്കോർക്കിൽ നാണമാം നാം ഒന്നപേക്ഷിക്ക കാരണാലേതും ഒന്നാരാമെന്നെ പൊയ്ക്കണ്ടതും അവൻ ഞങ്ങളാരാനും അറിഞ്ഞായില്ലെന്നുമേ അന്നവൻ ജീവനോടെ പോകയില്ലല്ലോ യുദ്ധം ദശമുഖനോടറിയിച്ചുടൻ പ്രത്യേകം ഓരോ പ്രതിജ്ഞയും ചൊല്ലിനാൻ മാനമോടിങ്ങനെ ഞങ്ങളിലേകനെ മാനസെ കൽപ്പിച്ചയക്കുന്നതാകിലോ മാനുഷജാതികളില്ല ലോകത്തിങ്കൽ മാനവജാതിയും ഇല്ലെന്നതും വരും ഇന്നൊരു കാര്യവിചാരമാക്കി പലരൊന്നിച്ചുകൂടി നിരൂപിക്കുകയെന്നതും എത്രയും പാലമിളപ്പം നമുക്കത് മുൾത്താഴിലോർത്തരുളേണം ജഗൽപ്രഭോ നക്തഞ്ചരവരയുദ്ധം പറഞ്ഞള ഉൽത്താപമൊട്ടു കുറഞ്ഞു ദശാസ്യനും. രാവണ കുംഭകർണ സംഭാഷണം. നിദ്രയും കൈവിട്ടു കുംഭകർണൻ തഥാ വിദ്രുതം അഗ്രജൻ തന്നെ വണങ്ങിനാൻ ഗാഠഗാഠം പുണർന്നൂടമോദം നിജ പീഠം അതിന്മേലിരുത്തി ദശാസനം വൃത്താന്തമെല്ലാം അപരജൻ തന്നോട് ചിത്താനുരാഗേണ കേൾപ്പിച്ചനന്തരം ഉൾത്താറിലുണ്ടായ ഭീതിയോടും അവൻ നക്തഞ്ചരാധീശ്വരനോട് ചൊല്ലിനാൻ ഭുജീവിച്ച് ഭൂമിയിൽ വാഴുന്നതിൽ മമ ദേവത്വമാശു കിട്ടുന്നതും നിൽക്കുന്നതും നല്ലതും ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും ത്വൽപ്രാണഹാനിക്ക് തന്നെ ധരിക്കമേ രാമൻ ഭവാനെ ക്ഷണം കണ്ടു കിട്ടിയിൽ ഭൂമിയിൽ വാഴ്വാനയക്കയില്ലെന്നുമേ ജീവിച്ചിരിക്കെങ്കിലാഗ്രഹമുണ്ടെങ്കിൽ സേവിച്ചു കൊള്ളുക രാമനെ നിത്യമായി രാമൻ മനുഷ്യനല്ല ഏകസ്വരൂപനാം ശ്രീമാൻ മഹാവിഷ്ണു നാരായണൻ വരൻ സീതയാകുന്നത് ലക്ഷ്മി ഭഗവതി ജാതയായാൽ തവ നാശം വരുത്തുവാൻ മോഹേന നാദഭേദം കേട്ടു ചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്ക് വരുന്നിതു മീനങ്ങളെല്ലാം രസത്തിങ്കൽ മോഹിച്ചു താനേ വെളിച്ചം വിഴുങ്ങി മരിക്കുന്നു അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മഗ്നമായി മൃത്യു ഭവിക്കുന്നത് ഇവണ്ണം ജാനകിയെ കണ്ടു മോഹിക്ക കാരണം പ്രാണവിനാശം ഭവാനുമകപ്പെടും നല്ലതല്ലേതും എനിക്കിതെന്നുള്ളതും ഉള്ളിലറിഞ്ഞിരിക്കുന്നിതെന്നാകിലും ചൊല്ലുമതിങ്കൽ മനസ്സതിൻ കാരണം ചൊല്ലുവൻ മുന്നം കഴിഞ്ഞ ജന്മത്തിലെ വാസന കൊണ്ടോ അത് നീക്കാരുതാർക്കുമേ ശാസനയാലും മടങ്ങുകയില്ലതു വിജ്ഞാനമുള്ള ദിവ്യന്മാർക്ക് പോലും മറ്റജ്ഞാനികൾക്കോ പറയേണ്ടതില്ലല്ലോ കാട്ടിയതെല്ലാം അപനയം നീയതു നാട്ടിലുള്ളവർക്കും ആപത്തിനാൽ നിർണയം ഞാനിതിനിന്നിനി രാമനെയും മറ്റു വാനരന്മാരെയും ഒക്കെ ഒടുക്കുവൻ ജാനകി തന്നെ അനുഭവിച്ചിടു നീ മാനസേ ഖേദം ഉണ്ടാകരുതേതുമേ ദേഹത്തിനന്തരം വന്നുപോ മുന്നമേ ദേഹിച്ചതാഹം സാധിച്ചു കൊള്ളുക നീ ഇന്ദ്രിയങ്ങൾക്കു വശനാം പുരുഷനു വന്നിടും ആപത്തു നിർണയമോർത്തു ഇന്ദ്രിയ നിഗ്രഹമുള്ള പുരുഷന് വന്നുകൂടും നിജ സൗഖ്യങ്ങളൊക്കവേ ഇന്ദ്രാരിയാം കുംഭകർണോക്തേട്ടളവിന്ദ്രജിത്തും പറഞ്ഞീനെന്നാദരാൽ മനുഷ്യനാകിയ രാമനെയും മറ്റു ബാണന്മാരെയും ഒക്കെ ഒടുക്കി ഞാൻ നാശപരുവൻ അരുച്ചയിലെന്നാശരാധീരനോശ്വരനോട് ചൊല്ലേരിനാൻ. രാവണ വിഭീഷണ സംഭാഷണം. അന്നേരമാഗതനായ വിഭീഷണൻ തന്നെ നിജാഗ്രജൻ തന്നെ വണങ്ങിനാൻ തന്നെ അരികത്തിങ്ങ് ഇരുത്തിയ ദശാനനൻ
ചൊന്നാൻ അവനോട് പദ്യം വിഭീഷണൻ. രാക്ഷസാധീശ്വരാ ദശാനനാം, കേൾക്കണമെന്നുടെ വാക്കുകൾ ഇന്നു നീ. നല്ലത് ചൊല്ലേണം എല്ലാവരും തനിക്കുള്ളവരോട് ചൊല്ലുന്നുള്ള ബുധജനം. കല്യാണമെന്തു കുലത്തിനെന്നുള്ളതും എല്ലാവരും ഒരുമിച്ച് ചിന്തിക്കണം. യുദ്ധത്തിനാരുള്ളതോർക്ക നീ രാമനോടി ത്രിലോകത്തിങ്കൽ. നക്തഞ്ചരാധിപ മത്തനുന്മത്തൻ ഭ്രഹസ്തൻ വികടനം. സുപ്തഘ്നയജ്ഞാന്തകാദികളും തഥാ കുംഭകർണൻ ജംബുമാരി പ്രജംഘനും. കുംഭൻ നികുംഭൻ അകമ്പൻ കമ്പനൻ വമ്പൻ മഹോദരനും മഹാപാർശ്വനും. കുംഭഹനം ദൃശ്യരസതികായനും ദേവാന്തകനും നരകാന്തനും മറ്റും. ദേവാരികൾ പഞ്ചദംഷ്ടാദി വീരരും ജൂപാക്ഷനും ശോണിതാക്ഷനും പിന്നെ വിരൂപാക്ഷ ധൂമ്രാക്ഷനും മകരാക്ഷനും. ഇന്ദ്രനെ ശങ്കരെ ബന്ധിച്ച വീരനോടും വീരനാം ഇന്ദ്രജിത്തിനുമാം നല്ലവനോടോ. നേരെ പൊരുതി ജയിപ്പതിനാരുമേ ശ്രീരാമനോട് കരുതായിക മാനസേ. ശ്രീരാമനായതു മനുഷ്യനല്ല കേളെന്ന് അറിവാനുമാമെല്ലാരുവനും. ദേവേന്ദ്രനുമല്ല വന്യയുമല്ലവൻ വൈവസ്വതനും നികൃതിയുമല്ല കേൾ. പാശിയുമല്ല ജഗൽ പ്രാണനല്ല വിത്തേശനും അല്ലവനീശാനനുമല്ല. വേധാവുമല്ല ഭുജംഗാദിവനും അല്ലിതാദിത്യ രുദ്രവസുക്കളും അല്ലവൻ. സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ വനൻ മോക്ഷകൻ. സൃഷ്ടിസ്ഥിതിരയകാരണൻ മുന്നം ഹിരണ്യാക്ഷനെ കൊല ചെയ്തവൻ. പന്നിയായി മന്നിടം പാലിച്ചു കൊള്ളുക പിന്നെ നരസിംഹ രൂപം ധരിച്ചിട്ട് കൊന്നു ഹിരണ്യകശിപുവാം വീരനെ. ലോകൈക നായകൻ വാനരമൂർത്തിയായി ലോകത്തെയും ബലിയോട് വാങ്ങിയിടിനാൻ. കൊന്നാൻ 21 തുട രാമനായി മന്നവന്മാരെ നീയസുരാംശമാകയാൽ. അന്നസുരരെയൊക്കെ ഒടുക്കുവാൻ മണ്ണിൽ അവതരിച്ചിടും ജഗന്മയൻ. ഇന്നു ദശരഥപുത്രനായി വന്നിതു നിന്നെ ഒടുക്കുവാൻ എന്നറിഞ്ഞിടു നീ. സത്യസങ്കൽപ്പനാം ഈശ്വരൻ തന്മതം മിഥ്യയായി വന്നുകൂടാ എന്ന് നിർണയം. എങ്കിലും തിന്നു പറയുന്നതെന്തരോ ശങ്കയുണ്ടാകിലതിന്നു ചൊല്ലിടുവൻ. സേവിപ്പവർക്ക് അഭയത്തെ കൊടുപ്പരോ ദേവനവൻ കരുണാകരൻ കേവലൻ. ഭക്തപ്രിയൻ പരമേശ്വരൻ പരമൻ പരമേശ്വരൻ. മുക്തിയും നൽകും ജനാർദ്ദനൻ. ആശ്രിതവത്സലൻ അംബുജലോചനൻ ഈശ്വരൻ ഇന്ദിരാവല്ലഭൻ കേശവൻ. ഭക്തിയോടും തന്തിരുവടിതൻ പദം നിത്യമായി സേവിച്ചു കൊള്ളുക മടിയാതെ. മൈഥിലി ദേവിയെ കൊണ്ട് കൊടുത്തു തൽപാദാംബുജത്തിൽ നമസ്കരിച്ചിടുക. കൈതൊഴുതാ സുരക്ഷിക്കെന്ന് ചൊല്ലിയാൽ ചെയ്ത അപരാധങ്ങളെല്ലാം ക്ഷമിച്ചവൻ തൻപദം നൽകിയിടുമേവനും. നമ്മുടെ തമ്പുരാനോളം കൃപയില്ല മറ്റാർക്കും. കാടകം പുക്ക് നേരത്തതീ ബാലകൻ താടകയെ കൊല ചെയ്താൻ ഒരമ്പിനാൽ. കൗശികൻ തന്നെ യാഗരക്ഷാർത്ഥമായി നാശം സുബാഹു മുഖ്യന്മാർക്കു നൽകിനാൻ. തൃക്കാലടി വെച്ചു മഹാകല്ലാം അഹല്യയ്ക്കും വിഷ്കൃതമെല്ലാം ഒടുക്കിയതോർക്ക നീ. ത്രയ്യമ്പകം ബില്ലു ഖണ്ഡിച്ചു സീതയാ മയ്യൽ മിഴിയാളയും കൊണ്ടുപോകുമ്പോൾ മാർഗമധ്യേ കഠാരയുധനാകിയ ഭാർഗവൻ തന്നെ ജയിച്ചതും അത്ഭുതം. പിന്നെ വിരാധനെ കൊന്നു കളഞ്ഞതും ചെന്ന കരാദികളെ കൊല ചെയ്തതും ഉന്നതനാകിയ ബാല്യെ കൊന്നതും മന്നവനാകിയ രാഘവനല്ലയോ. അർണവം ചാഴിക്കടന്നിവിടേക്ക് വന്നോജനത്തിനെ കണ്ടു പറഞ്ഞുടൻ വന്യയ്ക്കു ലങ്കാപുരത്തെ സമർപ്പിച്ചു സന്നദ്ധനായോരു മാരുതി ചെയ്തതും ഒന്നൊഴിയാതെ അറിഞ്ഞിരിക്കതവ നന്നാഹന്ത തോന്നുന്നതിങ്ങനെ. നന്നല്ല സജ്ജനമത്തോട് ധൈര്യം വൃഥാം തന്നെങ്കി തന്നെ കൊടുക്ക മടിയാതെ. നഷ്ടമതികളായിടും അമാത്യന്മാരിഷ്ടം പറഞ്ഞു കൊല്ലിക്കുമതോർക്കനീ. കാലകമ്പുരം ഗമിക്കയാൽ
ഗമിയാതിരിക്കേണ്ടെങ്കിൽ കാലം വൈകാതെ കൊടുക്ക വൈദേഹിയെ. ദുർബലനായുള്ളവൻ പ്രബലൻ തന്നോടൊപ്പുവിൽ മത്സരം വച്ചു തുടങ്ങിയാൽ പിൽപ്പാട് നാടും നഗരവും സേനയും തൽപ്രാണനും നശിച്ചിടും അരക്ഷണാൽ. ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടകാലത്തിങ്കലില്ലെന്നു നിർണയം. തന്നെ നിർണയം കൊണ്ടുവരുന്നതിൽ നിന്ന് നാം ആളല്ല പോകുന്നു വേർപെട്ട് എന്ന് സേവിക്കും പ്രബലനെ ബന്ധുക്കളം നേരം ഓർത്താൽ ഫലമില്ല മന്നവ. രാമശരമേറ്റു മൃത്യു വരുന്നേരമാമയം ഉള്ളിലെനിക്ക് ഉണ്ടതുകൊണ്ട് നേരെ പറഞ്ഞു തരുന്നത് ഞാനിനി. താരാർമകളെ കൊടുക്ക വൈകിടാതെ യുദ്ധമേറ്റുള്ള പടയും നശിച്ചുടൻ അർത്ഥവുമെല്ലാം ഒടുങ്ങിയാൽ മാനസേ മാനിനിയെ കൊടുക്കാം എന്ന് തോന്നിയാൽ സ്ഥാനവുമില്ല കൊടുപ്പതിനോർക്കു നീ. മുമ്പിലേ ഉള്ളിൽ വിചാരിച്ചു കൊള്ളണം അമ്മനോടേറ്റാൽ വരും ഫലദേവനും. ശ്രീരാമനോട് കലഹം തുടങ്ങിയാൽ ആരും ശരണമില്ലെന്നതറിയണം. പങ്കജനേത്രനെ സേവിച്ചു വാഴുന്നു ശങ്കരനാദികൾ അതെന്നോർക്ക നീ. രാക്ഷസരാജ ജയിക്ക നീര സാക്ഷാൽ മഹേശ്വരനോട് പിണങ്ങല കൊണ്ടൽ നേർവർണ്ണൻ ജാനകി ദേവിയെ കൊടുത്തു സുഖിച്ചു വസിക്ക നീ. സംശയമെന്നിയെ നൽക ദേവിയെ വംശം മുടിച്ചു കളയാക വേണമായി. യുദ്ധം വിഭീഷണൻ പിന്നെയും പഥ്യമായുള്ളത് ചൊന്നത് കേട്ടൊരു നക്തഞ്ചരാധിപനായ ദശാസനം ക്രുദ്ധനായി സോദരനോട് ചൊല്ലിയിടിനാൻ. ശത്രുക്കളല്ല ശത്രുക്കളാകുന്നത് മിത്രഭാവത്തോടരികെ മരുവിന ശത്രുക്കളാകുന്നത് അവനും മൃത്യു വരുത്തുന്നവനെ അവരെന്ന നിർണയം. ഇത്തരം എന്നോട് ചൊല്ലാകില്ല സുനീ വധ്യനാം എന്നാൽ അതിനില്ല സംശയം. രാത്രിഞ്ചരാധിപത്തരം ചെന്നനാൾ അളവോർത്ത് വിഭീഷണൻ ഭാഗവതോത്തമൻ മൃത്യുവശഗതനായ പുരുഷന് ദോഷങ്ങളും ഏൽക്കയില്ലേതുമേ പോരും ഇവിടെ. ഇവനോടിനി ഞാൻ പറഞ്ഞതു പൗരുഷം കൊണ്ടു നീക്കാമോ വിധിമതം. ശ്രീരാമദേവപാദാംഭോജമെന്ന് മറ്റാരും ശരണമെനിക്കില്ല കേവലം. ചെന്നു തൃക്കാൽക്കൽ വീണന്തിയെ സന്തതം നിന്ന് സേവിച്ചുകൊള്ളുവൻ ജന്മമുള്ള നാൾ. സത്തരം നാലമാത്യന്മാരുമായവനിത്തം നിരൂപിച്ചു ഉറച്ചു പുറപ്പെട്ടു. ധാരാധനാലയം മിത്രം ദൗഭൃത്യൗഘവും ഊരെ പരിത്യജ്യ രാമപാദാംബുജം മാനസത്തിങ്കിലുറപ്പിച്ചു ദുഷ്ടനായി വീണു വഴങ്ങിനാനഗ്രജം തൻപദം ബോധിച്ചു രാവണൻ ചൊല്ലിനാൻ. അന്നേരം ആപത്തെനിക്ക് വരുന്നതും ഭവാൻ രാമനെ ചെന്ന് സേവിച്ചു കണ്ടാലും ഒരാമയമില്ലങ്ങ് എന്നില്ലെന്നു നിർണയം. ഗോപായിലോ രാമ മമ ചന്ദ്രഹാസത്തിന് ഏകാന്ത ഭോജനമായി വരും നീയടോ എന്നത് കേട്ട് വിഭീഷണൻ ചൊല്ലിനാൻ. എന്നോട് താതന് തുല്യനോ ഭവാങ്കാവകമായ നിയോഗമനുഷ്ഠിപ്പനാവതല്ലാതെ എല്ലാം അത് സൗഖ്യമല്ലോ മമ. സങ്കടം ഞാൻ മൂലമുണ്ടാകരുതേതുമേ അതൊന്നെങ്കിലോ ഞാനിതാ വേഗേന പോകുന്ന പുത്രമിത്ര ആർക്കകളത്രാദികളോട് മക്കൾ സുഖിച്ചു ചിരം വസിക്ക നീ. മൂലവിനാശം നിനക്ക് വരുത്തുവാൻ കാലൻ ദശരഥ മന്ദിരേ രാമനായി ജാതനായാൻ ജനകാലയെ കാലിയും സീതാഭിധാനേന ജാതനായിടിനാൾ. ഭൂമിഭാരം കളഞ്ഞിടിനുവാടുവാനുമായി മുതിർന്നാമോദമോടിങ്ങോ വരുമോ വന്നാലിരുവരും. എങ്ങനെ പിന്നെ ഞാൻ ചൊന്ന ഹിതോക്തികൾ അങ്ങ് പറഞ്ഞ് ഭവാനുള്ളിലേക്ക് ഏൽക്കുന്നത് പ്രഭോ. രാവണൻ തന്നെ പതിപ്പാൻ അവനിയിൽ ദേവൻ വിധാതാവപേക്ഷിച്ച കാരണം വന്നു പിറന്നത് രാമനായ നിർണയം. പിന്നെ അതിനന്യധ്വാത്വം ഭവിക്കുമോ? ആശരവംശവിനാശം വരും മുമ്പേ ദാശരഥിയെ ശരണം ഗതോസ്മി ഞാൻ. ഹരേ രാമ 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 ഹരേ ഹരേ.
ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ഭഗവാൻ ഹരിചരാഗീകരിച്ചിരിക്കുന്ന നിത്യസംഗം ഭഗവാൻ യോഗം ശൈല്യം